പാലക്കാട് ജില്ലയിലെ ഒരു ചെറുഗ്രാമം. പച്ചപ്പും കാറ്റും നിറഞ്ഞ ഒരു ശാന്തലോകം. അവിടെയായിരുന്നു നന്ദനയുടെ വീട്. ദിവസവും വൈകുന്നേരം അവൾ വീടിന്റെ മുന്നിലെ വഴിയിലേക്ക് നോക്കി നിൽക്കുമായിരുന്നു, ആരെയോ കാത്തിരിക്കുന്ന പോലെ. ആരവാണ് ആ കാത്തിരിപ്പിന്റെ കാരണം? ബാല്യകാല സുഹൃത്ത്. ഒരുമിച്ച് സ്കൂളിൽ പോയത്, മഴയിൽ കളിച്ചത്, ചെറിയ ചെറിയ സ്വപ്നങ്ങൾ പങ്കുവച്ചത് എല്ലാം അവരുടെ ഓർമ്മകളിൽ നിറഞ്ഞിരുന്നു. പിന്നീട് ആരവ് നഗരത്തിലേക്ക് പോയി, വലിയൊരു ജോലി നേടാൻ. പോകുമ്പോൾ അവൻ പറഞ്ഞത് ഒന്നു മാത്രമായിരുന്നു: ഞാൻ തിരിച്ചുവരും, നീ കാത്തിരിക്കുമോ? നന്ദന ചിരിച്ചു. എത്ര കാലം വേണമെങ്കിലും. വർഷങ്ങൾ കടന്നു. ആദ്യം ഫോൺ വിളികളുണ്ടായിരുന്നു, പിന്നീട് സന്ദേശങ്ങൾ കുറയാൻ തുടങ്ങി. ഒടുവിൽ ഒന്നുമില്ലാതായി. എന്നാൽ നന്ദനയുടെ കാത്തിരിപ്പ് മാറിയില്ല. ഓരോ സന്ധ്യയും അവൾ അതേ വഴിയിലേക്ക് നോക്കി നിൽക്കുമായിരുന്നു. ഗ്രാമത്തിലെ ആളുകൾ ചോദിച്ചു, ഇനി എന്തിനാണ് കാത്തിരിക്കുന്നത്? അവളൊരു ചെറിയ ചിരിയോടെ മറുപടി പറയും: അവൻ വാക്കുകൊടുത്തിട്ടുണ്ട്. ഒരു ദിവസം മഴ പെയ്യുന്ന ഒരു സന്ധ്യയിൽ അവൾ പതിവുപോലെ പുറത്തേക്ക് നോക്കി നിന്നു. അപ്പോൾ ദൂരത്ത് ഒരാളെ അവൾ കണ്ടു. മഴയിൽ നനഞ്ഞ് സാവധാനം നടന്നുവരുന്നു. ഹൃദയം അതിവേഗം മിടിച്ചു. ആരവായിരുന്നു അത്? അവൻ അടുത്തേക്ക് വന്നു. വർഷങ്ങൾക്ക് ശേഷം അവന്റെ മുഖം അല്പം മാറിയെങ്കിലും ആ ചിരി അതേപോലെ തന്നെ. നന്ദന, അവൻ വിളിച്ചു. അവൾക്ക് വാക്കുകൾ കിട്ടിയില്ല. കണ്ണുകളിൽ നീര് നിറഞ്ഞു. ഞാൻ വൈകി, പക്ഷെ ഞാൻ തിരിച്ചുവന്നു, അവൻ പറഞ്ഞു. നന്ദന അവനെ നോക്കി. ഞാൻ കാത്തിരുന്നു. ഒരു നിമിഷം ഇരുവരും ഒന്നും പറഞ്ഞില്ല. മഴത്തുള്ളികൾ അവരുടെ ഇടയിൽ വീണു. ഇനി നീ പോകില്ലല്ലോ? അവൾ ചോദിച്ചു. ആരവ് അവളുടെ കൈ പിടിച്ചു. ഇനി എവിടെയും പോകില്ല, കാരണം ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. അവൾ ചിരിച്ചു, കണ്ണീരോടെ. ഞാനും നിന്നെ സ്നേഹിക്കുന്നു. ആ സന്ധ്യയിൽ വർഷങ്ങളുടെ കാത്തിരിപ്പ് ഒരു നിമിഷത്തിൽ അവസാനിച്ചു. പാലക്കാടിന്റെ ആ ചെറിയ വഴിയിൽ ഒരു പ്രണയം വീണ്ടും പൂത്തുയർന്നു. സമയം പോലും തോൽക്കാത്ത ഒരു സ്നേഹം. തിരുവനന്തപുരത്തെ ഒരു ശാന്തമായ കോളേജ് ക്യാമ്പസിൽ പഠിച്ചുകൊണ്ടിരുന്നവളായിരുന്നു ദേവിക. പുസ്തകങ്ങളെയും നിശബ്ദതയെയും ഇഷ്ടപ്പെടുന്ന ഒരു സ്വഭാവം. അവൾക്ക് അധികം സുഹൃത്തുക്കളില്ലായിരുന്നു. പക്ഷെ അവളുടെ ഉള്ളിൽ ഒരു വലിയ ലോകമുണ്ടായിരുന്നു, സ്വപ്നങ്ങളുടെയും പ്രതീക്ഷകളുടെയും ലോകം. ആ ലോകത്തിലേക്ക് ഒരിക്കൽ അനായാസം കടന്നുവന്നവനായിരുന്നു ആകാശ്. ഒരു ദിവസം ലൈബ്രറിയിൽ ഒരു പുസ്തകത്തിനായി കൈ നീട്ടിയപ്പോൾ രണ്ടുപേരുടെയും കൈകൾ ഒന്നായി തട്ടിയപ്പോൾ അവരാദ്യമായി തമ്മിൽ നോക്കി. ആ ഒരു നിമിഷം തന്നെ അവരുടെ ഹൃദയങ്ങളിൽ എന്തോ മാറ്റമുണ്ടാക്കി. സോറി, ആകാശ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ദേവിക ചെറിയൊരു ചിരിയോടെ മറുപടി നൽകി. ആ ചെറിയ പരിചയം ദിവസങ്ങൾക്കകം സൗഹൃദമായി മാറി. ഓരോ ദിവസവും അവർ ലൈബ്രറിയിൽ ഒരേ മേശയിലിരിക്കും, ഒരുമിച്ചു പഠിക്കും. എന്നാൽ വാക്കുകളേക്കാൾ കൂടുതൽ അവർ പങ്കുവച്ചത് നിശബ്ദതയായിരുന്നു. ദേവികയ്ക്ക് ചിത്രരചന ഇഷ്ടമായിരുന്നു, ആകാശിന് ഗിറ്റാർ വായിക്കാൻ ഇഷ്ടം. ഒരു ദിവസം കോളേജിലെ കലോത്സവത്തിൽ ദേവികയുടെ ചിത്രവും ആകാശിന്റെ സംഗീതവും ഒരുമിച്ച് വന്നപ്പോൾ എല്ലാവരും അത്ഭുതപ്പെട്ടു. എന്നാൽ അവർക്കതൊരു പ്രകടനം മാത്രമല്ലായിരുന്നു, അത് അവരുടെ ഹൃദയങ്ങളുടെ സംഭാഷണമായിരുന്നു. കാലം കടന്നുപോയപ്പോൾ ആ നിശബ്ദ സൗഹൃദം പ്രണയമായി വളർന്നു. പക്ഷെ ആരും അത് തുറന്നു പറഞ്ഞില്ല. കാരണം അവർക്ക് ഭയമുണ്ടായിരുന്നു, ഈ ബന്ധം നഷ്ടപ്പെടുമോ എന്നൊരു പേടി. ഒരു മഴയുള്ള വൈകുന്നേരം കോളേജ് ക്യാമ്പസിലെ പഴയ വൃക്ഷത്തിൻ കീഴിൽ അവരിയ്ക്കുകയായിരുന്നു. മഴത്തുള്ളികൾ ഇലകളിൽ വീണ് ശബ്ദമുണ്ടാക്കുമ്പോൾ ആകാശ് ധീരയായി പറഞ്ഞു, ദേവിക, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. അവളുടെ ഹൃദയം ഒരു നിമിഷം നിശ്ചലമായി. കണ്ണുകളിൽ നീർ നിറഞ്ഞു. ഞാനും, അവൾ മൃദുവായി പറഞ്ഞു. ആ നിമിഷം അവരുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ നിമിഷമായി മാറി. പഠനം കഴിഞ്ഞ ജീവിതം ഓരോരുത്തരെയും വ്യത്യസ്ത വഴികളിലേക്ക് കൊണ്ടുപോയെങ്കിലും അവരുടെ സ്നേഹം ഒരിക്കലും മങ്ങിയില്ല. ദൂരം കൂടിയെങ്കിലും അവരുടെ ഹൃദയങ്ങൾ ഒരുമിച്ച് തന്നെയായിരുന്നു. വർഷങ്ങൾക്ക് ശേഷം അതേ കോളേജിൽ ഒരു ദിവസം അവർ വീണ്ടും കണ്ടുമുട്ടി. ഇപ്പോൾ ഒരുമിച്ച് ജീവിതം ആരംഭിക്കാൻ തയ്യാറായി. അവരുടെ പ്രണയം വലിയ വാക്കുകളിലല്ല, ചെറിയ നിമിഷങ്ങളിലായിരുന്നു. നിശബ്ദതയിൽ ആരംഭിച്ച ആ സ്നേഹം ജീവിതകാലം മുഴുവൻ മുഴങ്ങുന്ന ഒരു സംഗീതമായി മാറി.